പ്രശസ്ത അമേരിക്കൻ നടൻ ബ്രൂസ് വിൽസ് ഡിമെൻഷ്യ ബാധിച്ച ആളാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ മകൾ സ്കൗട്ട് വിൽസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഓർമ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ മനുഷ്യരുമായി എങ്ങനെയാണ് സംസാരിക്കുന്നത്? സംസാരിക്കുന്ന കാര്യത്തെപ്പറ്റിയോ വ്യക്തികളെപ്പറ്റിയോ സ്ഥലങ്ങളെപ്പറ്റിയോ അവർക്ക് ഒരുപക്ഷെ ഓർമ്മ കാണില്ല. മുന്നിൽ നിൽക്കുന്ന നിങ്ങളെ ഒരു വേള മറന്നുപോയെന്നും വരാം. എന്തു ചെയ്യും നമ്മൾ? ഡിമെൻഷ്യ ഉള്ള ആളുകളുമായി സാധാരണ സംഭാഷണം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ അവരുമായി സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് അവർക്ക് ചുറ്റുമുള്ളവരുമായി ബന്ധം സൃഷ്ടിക്കാനും അവരുടെ മനസ്സിനെ സജീവമാക്കാനും സഹായിക്കുന്നു. ഡിമെൻഷ്യ ബാധിച്ചവരുമായി എങ്ങനെ സംസാരിച്ചു തുടങ്ങാം? ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. സംഭാഷണത്തിൽ ശ്രദ്ധിക്കാൻ ഇത് സഹായിക്കും. വ്യക്തമായി സാവധാനത്തിൽ സംസാരിക്കുക. ചെറിയ വാക്കുകളും ലളിതമായ വാചകങ്ങളും ഉപയോഗിക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് സമയമെടുത്തേക്കാം. ശ്രദ്ധയോടെ കേൾക്കുക. അവരുടെ ആശയങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിക്കുക. താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇത് അവരുടെ ഹോബികളെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ അനുഭവങ്ങളെ പറ്റിയോ ആകാം. സംസാരിക്കാൻ സഹായിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കാം. ഡിമെൻഷ്യ ഒരു പ്രോഗ്രസ് ചെയ്യുന്ന കണ്ടീഷനാണ്. ക്രമേണ ഇവരുടെ തിരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞേക്കാം. അത്തരം സാഹചര്യങ്ങളിലും വാക്കുകൾ കൊണ്ടും അല്ലാതെയുമുള്ള ആശയവിനിമയം തുടരുക. ഡിമെൻഷ്യ ഉള്ള ഒരാളുമായി സംസാരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ അസാധ്യമായ കാര്യമല്ല. ഓർമ്മകൾ മാഞ്ഞു തുടങ്ങിയവരെ വാക്കുകൾ കൊണ്ട് നമുക്ക് ചേർത്ത് നിർത്താം. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാമെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.